നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? ഒരു പണിയില്ല, ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്നുണ്ടാക്കാമേ. നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ കൈ എപ്പോഴും ഇങ്ങനെ നനഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്ത് തൊട്ടാലും അപ്പോഴേ പോയി കൈ കഴുകും. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ വെള്ളത്തുള്ളി ഇരിക്കുന്നത്. നമ്മൾ ഈ ഉപ്പിട്ട് മിക്സ് ചെയ്ത മാങ്ങയിലോട്ട് ഡയറക്റ്റ് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്തിരി ഇട്ടാൽ മതി, ഒരുപാടായാൽ കഴിക്കും. ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാനാണ് കേട്ടോ അച്ചാർ പൊതിച്ച്. വേറെ ആർക്കും അങ്ങനെ അച്ചാറിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഉമ്മി ഇച്ചിരി എങ്ങനെ കഴിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉമ്മി സ്ഥിരമായിട്ട് ഒരു മാങ്ങ എടുത്ത് അച്ചാറിട്ട് വെച്ചിട്ട് കുറേ ദിവസം എടുക്കാറുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതായത് കുറേ ദിവസമായിട്ട് പഴകുമ്പോൾ ആ ഒരു ഇതിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു അച്ചാറിടും, 2-3 ദിവസത്തേക്ക് എടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം മാങ്ങാ സീസണും കൂടെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലൊരു പാത്രം, ചീനച്ചട്ടി എന്തെങ്കിലും വെച്ചിട്ട് അതിലോട്ട് പച്ചെണ്ണ ഒഴിക്കണം. പച്ചെണ്ണയോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. സീരിയസ്ലി ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ ആ ഒരു ക്ലിപ്പിങ്സ് കിട്ടിയില്ലെന്നറിയുന്നത്. അത് വെച്ചിട്ട് അതിലിട്ട് കടുക് ഇട്ടിട്ട് മുളക് പൊടി ഇട്ടിട്ട് കരിയുന്നതിന് മുന്നേ എടുത്ത് നമ്മൾ ഈ മാങ്ങയിൽ അങ്ങ് ഒഴിക്കണം ചൂടോടെ. പക്ഷേ വെളിച്ചെണ്ണയോ പച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം അതിൽ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒഴിക്കണം. ഞാൻ ഫോണിൽ നോക്കിയിട്ട് ഒഴിച്ചുകൊണ്ട് വിനാഗിരി ഒഴിച്ചതും കൂടിയത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. പക്ഷേ ടേസ്റ്റിന് കുറവൊന്നുമില്ല, ഇത്തിരി ലൂസായി പോയെന്നേ ഉള്ളൂ. പക്ഷേ നല്ല കിടിലൻ അച്ചാറാണ്. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്നുണ്ടാക്കാം. നമ്മൾ ആ ചീനച്ചട്ടി ചൂടായിട്ട് കടുക് ഇടുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ അതിലോട്ട് മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, പെട്ടെന്ന് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മടിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. കടുക് മാത്രം ഇട്ടിട്ട് അതിൽ മുളക് പൊടി ഇട്ട് ഡയറക്റ്റ് എടുത്തിട്ടിട്ട് നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം കേട്ടോ. ഞാൻ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ഈ അച്ചാറിട്ടത്. നമ്മുടെ കറിയും എല്ലാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടത്തിൽ നമ്മൾ ഫിഷ് ഫ്രൈയും അച്ചാറൊക്കെ ആയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ടാറ്റാ.